എനിക്കില്ലേ 10th വലിയ കുഴപ്പമില്ലാണ്ട് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയോ, സയൻസ് എടുത്തോ മോളെ, സയൻസ് എടുത്തോ. അങ്ങനെ ഞാൻ ഓലൊക്കെ പറിച്ചിലിട്ടിട്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ നല്ല കാര്യം പറയണ്ടല്ലോ, ഹ്യൂമാനിറ്റീസ് എടുത്ത ഇനി ലൈഫൊന്നുമില്ല, ഇനി ഭാവിയൊന്നുമില്ല. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യും, +2 കുറച്ച് മാർക്ക് വാങ്ങും. അപ്പോഴും എന്താ ചോദിക്കുക, ഏതേന്നോന്ന് ഹ്യൂമാനിറ്റീസ് ആണെന്ന് പറഞ്ഞാൽ അത് വെറുതെ ഇട്ടുന്ന മാർക്കാന്ന പോലെ വിചാരം. നമ്മൾ ഹ്യൂമാനിറ്റീസ് ആണ് കുറച്ച് മാർക്ക് തരും എന്ന് പറഞ്ഞ പോലെ എഴുതി തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിഗ്രിക്ക് പോകും. ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് നമ്മൾ BA എക്കണോമിക്സ് ചെയ്യുന്നുണ്ടോ. ഈ എക്കണോമിക്സിൽ എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെ എന്ത് ചെയ്യുന്നു, സയൻസ് ചെയ്യുന്നു. അതേപോലെ കൊമേഴ്സാരുണ്ടായിരുന്നു. എൻ്റെ അപ്പുറത്തെ ഒരു ക്ലാസ് ഉണ്ട്, BA ഇംഗ്ലീഷ് എന്ന് പറയും. മൂപ്പരാളിൽ കുറച്ച് സയൻസാരും കൊമേഴ്സാരും ഒരു ഇച്ചിരി കൂടുതലാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഡിഗ്രിക്ക് നമ്മൾ ഏത് ലെവലെത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, PGക്ക് പോകും. PGക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചത് ബേസിലല്ലാതെ പോയിട്ട് MBA എടുക്കും. MBA എടുത്താലോ ഈ പറയുന്ന സയൻസാരും കൊമേഴ്സാരും ഹ്യൂമാനിറ്റീസാരൊക്കെ ഒരു ബെഞ്ചിലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു PSCക്ക് എഴുത്തുണ്ട്. ഈ ഇരിക്കണ ഇപ്പുറത്തോനൊക്കെ എന്താക്കണം, കൊമേഴ്സോ സയൻസോ, ഞാൻ ഹ്യൂമാനിറ്റീസോ ആക്കണം. എഴുതുന്നത് ഒരൊറ്റ എക്സാം, പഠിക്കുന്നത് ഒരൊറ്റ എക്സാമിന്, പഠിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്നതോ ഒരൊറ്റ ജോലി. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എന്ത്, ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും എല്ലാം ഒരുപോലെയാണ്. ഏത് പഠിക്കണമെന്നില്ലല്ലോ, കഴിവ് വേണം, കഴിവ്, ബുദ്ധി വേണം, ബുദ്ധി. അത് കഴിഞ്ഞിട്ട് ജോലി നേടാനുള്ള ഒരു ആഗ്രഹം കൂടി വേണം. ലേസിനെസ് ഉണ്ടെങ്കിൽ ഈ സാധനം ഒന്നും കിട്ടാതാ എൻ്റെ പോലെ ഫോണും സ്ക്രോൾ ചെയ്ത് ഇവിടെ ഇരിക്കാം. ഓക്കെ.